ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് കാലം ഉപവാസത്തിനും തിരുവചന ധ്യാനത്തിനും ആത്മതപനത്തിനും വർജനത്തിനും അറ്റുപോയ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിനും ആശയറ്റവരെ കരുതുന്നതിനും ഉള്ള ദിനങ്ങളാണ്. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളും സൗഖ്യദായക ശുശ്രൂഷയുമാണ് നോമ്പുകാലത്ത് സഭ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ആത്മപരിശോധനയ്ക്കും സ്നേഹം നൽകുന്നതിനും വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഭക്ഷണത്തിൽ നിന്ന് വർജനം ആചരിക്കുന്നതിനും എല്ലാത്തരം ദുർവികാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും നോമ്പിലൂടെ നാം പരിശീലിക്കണം. ഈ നോമ്പുകാലത്തെ ചെറിയൊരു ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 5-ന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്കും തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തു എന്ന ശരീരത്തിൽ ചേർക്കപ്പെട്ട നാം വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ഇപ്രകാരം രൂപപ്പെടുന്ന പുതുമനുഷ്യന് ക്രിസ്തുവാണ് സമാധാനം നൽകുന്നത്. ക്രിസ്തു വേർപാടിന്റെ നടിച്ചുവർ ഇല്ലാതാക്കിയത് സ്വന്തം രക്തത്താലാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എന്ന കാഴ്ചപ്പാടാണ് വിശുദ്ധ പൗലോസ് പങ്കുവെക്കുന്നത്. തലയാകുന്ന ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ക്ഷേമത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ഭർത്താവ് സ്വന്തം ക്ഷേമത്തേക്കാൾ ഭാര്യയുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ച് ഭാര്യയെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത് പോലെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെ നൽകിയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭയുടെ വിശുദ്ധി സഭ സ്വയം ആർജിച്ചതല്ല, യേശുക്രിസ്തുവിന്റെ യാഗത്താലും സ്നേഹത്താലും ലഭ്യമാക്കപ്പെട്ടതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് വിശുദ്ധി നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുകയാണ്. മണവാളനായ കർത്താവിന്റെ മണവാട്ടിയായ സഭ എന്നും വിശുദ്ധിയിൽ നിലനിൽക്കുവാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നതിലൂടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് സഭ ഒരു സംഘടനയോ പ്രസ്ഥാനമോ അല്ല, അതൊരു ജീവനുള്ള വസ്തുവാണ് എന്ന അർത്ഥമാണ് എടുക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവനും ചൈതന്യവും പ്രസരിക്കുന്ന ശരീരമാണ് സഭ. സഭയിലെ ഓരോ വിശ്വാസിയും ജീവനുള്ള ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ ഈ ജീവചൈതന്യം ഉൾക്കൊള്ളുന്നവരാണ്. ക്രിസ്തു സഭയുടെ തലയാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ ഓരോ സഭാംഗവും തലയ്ക്ക് കീഴിലുള്ള ശരീരഭാഗങ്ങളാകുന്നു എന്നും സ്പഷ്ടമാകുന്നു. നോമ്പാചരണം നമ്മുടെ ആത്മസംതൃപ്തിക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാകരുത്. ദൈവത്തിന് പ്രസാദമുള്ള നോമ്പ് എന്നതോ അന്യായ ബന്ധങ്ങളെ അഴിക്കുന്നതും നുകത്തിന്റെ കെട്ടുകളെ വിടുവിക്കുന്നതും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്നതും എല്ലാവിധ ബന്ധനങ്ങളെയും തകർക്കുന്നതുമാണ്. ഈ നോമ്പുകാലം കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചതുപോലെ നമുക്കും അന്യോന്യം സ്നേഹിച്ചും കരുതിയും അറ്റുപോയ ബന്ധങ്ങൾ ഉറപ്പിച്ചും നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. അതിന് നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.